വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇനിയും പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായ 3-ാം ദിവസവും കടുവ ആടിനെ കൊന്നു. ഇന്നലെ രാത്രി 11:30 ചേർന്ന് തുപ്ര സ്വദേശി ചന്ദ്രന്റെ ആടിനെയാണ് പിടികൂടിയത്. ആടിക്കൊല്ലി വെള്ളക്കെട്ടിലെ കർഷകനായ പീറ്ററും ഭാര്യയും കടുവയെ കണ്ടു. അതിനെ തുടർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുൽപ്പള്ളിയിൽ 3 വാർഡുകളിൽ ഇപ്പോൾ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അടിയന്തരമായിട്ട് കടുവയെ പിടിക്കുക എന്നുള്ള ഒരു ദൗത്യം അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ആളുകൾ വളരെ രോഷാകുലരാണ്. പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാം എന്നുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്ത നടപടി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ കടുവയെ ഒന്നല്ലെങ്കിൽ കൂട്ടിക്കയറ്റുക അല്ലെങ്കിൽ മയക്കുവെടി വെക്കുക. ആ ഒരു നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടിലെ ആളുകൾക്ക് പറയാനുള്ളത്. അങ്ങോട്ട് മാറിപ്പോയി ഈ ചാലിലേക്ക് ഇറങ്ങിപ്പോയി. എങ്ങനെയായിരുന്നു അത്? നടന്ന് വളരെ സ്ലോയിലാണ് നടന്നു വന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതല്ലേ, ശരിക്കും എത്ര ഭയങ്കര വലിപ്പമുള്ള ഒരു മീഡിയം വലിപ്പമുള്ളൂ, അധികം വലിപ്പം എന്ന് പറയാനില്ല സാധനം. പിന്നെ ശരിക്കും കാണാൻ കഴിഞ്ഞു. ശരിക്കും കാണാൻ കഴിഞ്ഞു. അതെ. സുർജിത്ത് അയ്യപ്പത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഇന്ന് രാവിലെയും നമ്മൾ കണ്ടതാണ് ഇവരുടെ ഈ ഒരു ആധിയും ആശങ്കയൊക്കെ. ഓരോ ദിവസവും കടുവ ഇങ്ങനെ ആടിനെ പിടിക്കുന്നു. അപ്പോൾ ഭയം സ്വാഭാവികമായിട്ട് കൂടുന്നു. കാരണം കടുവ അവിടെ തന്നെയുണ്ട്, പിടികൂടാൻ കഴിയുന്നുമില്ല. ഇനിയിപ്പോൾ എന്താണ് ഇവരുടെ ഒരു നീക്കം? സ്മിത, ഈ തുപ്ര, അതോടൊപ്പം തന്നെ അമരക്കൊല്ലി, ആടിക്കൊല്ലി, ദേവർഗത, ഇത്തരം പേരുകളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒപ്പം തന്നെ നമ്മുടെ അവതാരകർക്കും ഒക്കെ പരിചിതമായി കാണും എന്ന് കരുതുന്നു. കാരണം ഈ മേഖലയിലാണ്, പുൽപ്പള്ളിയിലെ ഒരു ഗ്രാമപ്രദേശമാണിത്. ആ മേഖല കേന്ദ്രീകരിച്ചൊരു 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കടുവയുടെ വിഹാര കേന്ദ്രം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരാഴ്ചക്കിടെ ആകെ 8 ദിവസത്തിനിടെ സംഭവിച്ചിരിക്കുന്നത് 5 ആടുകളെയാണ് പിടിച്ചത്. ആടിനെ മാത്രം പിടികൂടുന്ന ഒരു കടുവ. അതാണ് ഒരു മട്ടൻ കടുവ എന്നൊക്കെ ആളുകൾ ഇങ്ങനെ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ കഴിക്കാൻ ശ്രമിക്കുന്നത് ആടിനെ മാത്രമാണ്, വേറെ ഒന്നിനെയും വേട്ടയാടുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നമാകാം. കടുവയ്ക്ക് 13 വയസ്സ് പ്രായമുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് അനുമാനിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ലിസ്റ്റിലില്ലാത്ത കടുവയാണ്. അത് ഒരുപക്ഷെ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്ന് ഇറങ്ങി വന്ന കടുവയായിരിക്കാം എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. കേരളത്തിൻ്റെ ഡാറ്റകളിൽ ഈ കടുവ ഇല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് വനംവകുപ്പ്. എന്തായാലും വനംവകുപ്പിൻ്റെ നീക്കം നടക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നതിനിടെയാണ് വീണ്ടും ഇത് ഭീതിയിലാഴ്ത്തുന്ന വിധത്തിൽ ഓരോ ദിവസവും ആടുകളെ ഇങ്ങനെ കൊന്നൊടുക്കുന്നത്. തുടർച്ചയായി 3 ദിവസം ഓരോ ആടിനെയും ഇത് കൊന്നൊടുക്കിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം, അതായത് ഇന്നലെ രാത്രിയിലാണ് ഇന്നലെ 2 ആടുകളെയാണ് കൊന്നത്. അതിൽ ഇന്നലെ രാത്രി 11:30 കൂടിയാണ് ചന്ദ്രൻ എന്ന് പറയുന്ന തൂപ്ര സ്വദേശിയുടെ വീട്ടിലോട് ചേർന്നുള്ള ആട്ടിൻകൂട്ടിനടുത്തെത്തുകയും ഒരു മുട്ടനാടിനെ കൊല്ലുകയും ചെയ്തത്. പക്ഷേ അതിനെ വലിക്കാൻ ശ്രമിച്ചു, അതിനെ പക്ഷേ കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ കടുവ വനംവകുപ്പിന്റെ അനുമാനപ്രകാരം കഴിഞ്ഞ 9-ാം തീയതിയാണ് ഇത് തീറ്റയെടുത്തത്. വിശന്ന് വലഞ്ഞിട്ടുള്ളൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള അക്രമത്തിലേക്ക് അത് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഈ ആടിനെ പിടികൂടിയ ഉടൻ തന്നെ വിവരമറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. അവർ അത് ഡാർട്ടിംഗ് ടീമും സജ്ജമായിരുന്നു. ഡോക്ടർ രാജേഷ് മോഹൻദാസ് ഒക്കെ രാത്രിയുടെ ക്യാമ്പാണ്. അദ്ദേഹം ഇവിടെ ഇതിനെ പിടികൂടാൻ വേണ്ടി ഒരു മുറിയിൽ സജ്ജമാക്കി ഇത് അടുവ് വരുമ്പോൾ ഏത് നിമിഷവും മയക്കുവെടി വെക്കാനുള്ള നീക്കം നടത്തിയതാണ്. പക്ഷേ അത് ഉചിതമായ സന്ദർഭമായില്ല. 2 തവണ കടുവ അവിടെ വന്നു പോയെങ്കിലും അത് പിന്നീട് അതിനെ കണ്ടില്ല. അതിൻ്റെ വനംവകുപ്പിൻ്റെ റഡാറിൽ നിന്ന് അതിൻ്റെ സിഗ്നൽ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഡ്രോണിൽ തെളിഞ്ഞില്ല. പക്ഷേ ഇന്ന് രാവിലെ ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലമുണ്ട്, ആടിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വെള്ളക്കെട്ട് എന്ന് പറയുന്ന ഒരു പ്രാദേശിക മേഖല. ആ മേഖലയിൽ പുല്ലരികയായിരുന്ന പീറ്ററും ഭാര്യയും ആ ഒരു വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് പുല്ലരിഞ്ഞിരുന്നത്. പുല്ലരിഞ്ഞ ആ ഒരു ഘട്ടത്തിൽ ആ ഭാഗത്തുകൂടെ കടുവ ഇങ്ങനെ പോകുന്ന ഒരു ദൃശ്യമാണ് കണ്ടത്. ആ ദൃശ്യം കണ്ടവർ നടുങ്ങി. അതൊരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു കടുവയാണ് എന്നുള്ളതാണ് പീറ്റർ തന്നെ അദ്ദേഹത്തിൻ്റെ അങ്കലാപ്പ് വിട്ടുമാറിയിട്ടില്ല അദ്ദേഹം പ്രതികരിച്ചത്. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാജേഷ് മോഹൻദാസും മറ്റ് RRT ടീമും എല്ലാവരും ചേർന്ന് ഈ മരുന്ന് നിറച്ച, അതായത് മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെയായി മേഖല അരിച്ചു പെറുക്കി അത് റൗണ്ട് ചെയ്ത് അരിച്ചു പെറുക്കുന്ന തരത്തിലാണ് ഉണ്ടായത്. പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിയുന്നില്ല. കാപ്പിത്തോട്ടമുള്ള പ്രദേശമാണ്, ധാരാളം തോട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിലേക്ക് വലിഞ്ഞാൽ അത് വലിയ രീതിയിൽ പ്രതിസന്ധിയാണ്. എന്തായാലും ദൗത്യം തുടരുകയാണ് വനംവകുപ്പ്. ഇന്ന് രാത്രിയും വളരെ ക്ലോസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാവും, ഡ്രോൺ ഉപയോഗിച്ച് മോണിറ്ററിംഗ് ഉണ്ടാവും. എന്തായാലും കടുവയെ പിടികൂടുമെന്നുള്ള ശുഭവാർത്തയ്ക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പുൽപ്പള്ളിക്കാർ. സ്മിത, ടീം. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലേ, എന്തൊരവസ്ഥയാണെന്ന്. അതെ, നമ്മൾ എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അല്ലേ?